നമസ്കാരം. CS മലയാളം ലെക്ചേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ആദ്യത്തെ ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ DBMS ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഗേറ്റ് എക്സാമിനായാലും നെറ്റ് എക്സാമിനായാലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ബേസ് ചെയ്തിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനായാലും ഈ ഒരു പോർഷനിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നെറ്റ് എക്സാമിനാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 10 to 20 മാർക്സിൻ്റെ ഇടയിലായി ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ ഗേറ്റിനാണെങ്കിൽ അപ് ടു 10 മാർക്സ് വരെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി IT ഫീൽഡിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിൽ ഇൻ്റർവ്യൂസിന് പോവുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം. മാത്രവുമല്ല, പഠിക്കാൻ അധികം ടഫ് അല്ലാത്ത ഒരു ടോപ്പിക്കാണിത്. ഒന്നൊന്ന് ട്രൈ ചെയ്താൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന, അതിലൂടെ ഒരുപാട് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് ലെക്ചറിലേക്ക് കടക്കാം. ഈ ഒരു വീഡിയോയിൽ DBMSൻ്റെ ഇൻട്രൊഡക്ഷനും ബേസിക് ടെർമിനോളജീസുമാണ് പറയുന്നത്. ഈ ഒരു പാർട്ടിൽ നിന്ന് കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാംസിന് വരാറില്ല. ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ ഒരു പക്ഷേ ഹാഫ് വെയിറ്റേജിനോ അല്ലെങ്കിൽ essay ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ സബ് പാർട്ടായിട്ടോ ഇത് എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മളെല്ലാം നമ്മുടെ പേഴ്സണൽ ഡാറ്റ സേവ് ചെയ്ത് വെക്കാറുണ്ട്. ലൈക്ക് സാലറി, നമ്മുടെ എക്സ്പെൻസ്, അല്ലെങ്കിൽ കുറേ ഫോട്ടോസ്, വീഡിയോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇതെല്ലാം നമ്മൾ എവിടെയാണ് സൂക്ഷിച്ച് വെക്കാറുള്ളത്? ഒരു പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു ഫോൾഡറിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ഡയറിയിലോ ഏതെങ്കിലും ബുക്സിലോ ഒക്കെ ആയിരിക്കും. ഇങ്ങനെ ഡാറ്റ സേവ് ചെയ്ത് വെക്കുന്ന ട്രഡീഷണൽ മെത്തേഡിനെയാണ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടെ പറയാം. ഒരു ചെറിയൊരു കമ്പനി, അഥവാ ഒരു 10 എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനി, അതിൽ HR വർക്ക് ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യണം. അയാൾ ഒരു പക്ഷേ അവിടെയുള്ള രജിസ്റ്ററിലായിരിക്കാം റെക്കോർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡറിൽ ഒരു നോട്ട് പാഡ് ഫയലായിട്ടോ അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റായിട്ടോ ഒക്കെ ആയിരിക്കും അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കാം റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക? അവിടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് അവിടെ ഒരു ID ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നെയിം, അഡ്രസ്സ്, അവരുടെ പേഴ്സണൽ ഇൻഫോ, ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ സാലറി സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു കമ്പനിയിലേക്ക് പുതുതായിട്ടൊരു എംപ്ലോയി ജോയിൻ ചെയ്യാണ്. അപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ഈ പുതുതായി വന്നിട്ടുള്ള എംപ്ലോയിയുടെയും ഡീറ്റെയിൽസ് റെക്കോർഡിൽ ആഡ് ചെയ്യും. അല്ലെങ്കിൽ ഇനി വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി, അയാൾ ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയി. അപ്പോൾ പിന്നീട് ഒരു കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ എംപ്ലോയീസിൻ്റെ രജിസ്റ്ററിൽ നിന്ന് അയാളെ നീക്കം ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പം ഒരു Z എന്ന് നെയിമുള്ള ഒരാൾ, അയാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു റെക്കോർഡിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതായിട്ട് വരും, അയാൾ റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ. ഓക്കെ, ഇനി വേറൊരു കേസ്, നമുക്ക് ഈ ഒരു റെക്കോർഡിൻ്റെ ഒരു കോപ്പി വേണം. ഫോർ എക്സാമ്പിൾ, ഇവിടെയുള്ള ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഇൻഷുറൻസ് കമ്പനിക്ക് ഈ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് വേണം. അപ്പോൾ നമ്മൾ ഈ എൻ്റയർ റെക്കോർഡ് നമുക്ക് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഈ റെക്കോർഡിൽ നിന്നും ഓൺലി ഫ്യൂ ഫീൽഡ്സ് മാത്രമാണ് ആവശ്യം വരിക. ഒരു പക്ഷേ അതൊരു എംപ്ലോയി ID, നെയിം, അവരുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇവ മാത്രമായിരിക്കും നമുക്ക് ആവശ്യം വരുള്ളൂ. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഫയലിൻ്റെ ഒരു കോപ്പി ആയിരിക്കും നമ്മൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കുക. ഈ കമ്പനിയിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് കുറവായതുകൊണ്ട് തന്നെ ഇത്തരം ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഒരു യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ടീച്ചിങ് സ്റ്റാഫ്സ്, ഓഫീസ് സ്റ്റാഫ്സ്, അഡ്മിന്, ലൈബ്രറി സ്റ്റാഫ്സ്, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, ഒരു പക്ഷേ 1000+ ആൾക്കാർ തന്നെ പേഴ്സൺസ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവരുടെ എല്ലാം ഇൻഫോർമേഷൻ റെസ്പോൺസിബിൾ പേഴ്സൺ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടും വരും.
അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ കമ്പനി റെക്കോർഡ് ചെയ്ത സെയിം മെത്തേഡ് പോലെ സാധിക്കുമോ? ഓരോ ഫാക്കൽറ്റിയുടെയും സ്റ്റാഫിൻ്റെയും റെക്കോർഡ് ഇങ്ങനെ റെക്കോർഡിൽ എഴുതി ഉണ്ടാക്കുക പറഞ്ഞത് പോസിബിൾ ആണോ? അല്ലെങ്കിൽ ഫയലിൽ ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ? ഇനി അങ്ങനെ ഒരു ഫയൽ സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ തന്നെയും അതിൽ വല്ല ഓപ്പറേഷനും നടത്തുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ലെക്ചറർ റിസൈൻ ചെയ്ത് പോയി, അയാളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ തൗസൻഡ്സ് ഓഫ് എംപ്ലോയീസിൻ്റെ ഇടയിൽ നിന്നും അയാളുടെ ആ പെർട്ടിക്കുലർ പേഴ്സണിൻ്റെ ഇൻഫോർമേഷൻ നമുക്ക് 1 by 1 മാനുവലി ചെക്ക് ചെയ്ത് കണ്ടെത്തേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ പ്രോഗ്രാം റൈറ്റ് ഡൗൺ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇതെന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടും അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ലാർജ് വോളിയൂം ഓഫ് ഡാറ്റാൻ്റെ കേസിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ മാനേജ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ട് കൂടുതൽ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന നിലയിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡാറ്റാബേസ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഡാറ്റാബേസ് സിസ്റ്റം എന്തിനാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനിയുടെയും യൂണിവേഴ്സിറ്റിയുടെയും ഒക്കെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. ഡാറ്റാബേസിൻ്റെയും ഫയൽ സിസ്റ്റത്തിൻ്റെയും ഒരു കമ്പാരിസൺ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഇനി എന്താണ് ഡാറ്റാബേസ് സിസ്റ്റം? അത് വിശദമാക്കുന്നതിന് മുമ്പായി തന്നെ ഇതിൻ്റെ ബേസിക് ടെർമിനോളജി ആയിട്ടുള്ള ഡാറ്റ എന്താണെന്ന് നോക്കാം. ഈ ഒരു ടോപ്പിക്ക് ത്രൂ ഔട്ട് കേൾക്കാനുള്ള ഒരു വേർഡാണ് ഡാറ്റ എന്നുള്ളത്. സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഫാക്ട്സ്, അതാണ് ഡാറ്റ. എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരു നെയിം എഴുതുകയാണ്. ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നെയിം റൈറ്റ് ഡൗൺ ചെയ്യുന്നത്. അതുപോലെ ഒരു ഫോൺ നമ്പർ, നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്യും. ഇതുപോലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട്, അഥവാ ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്പേഴ്സ്, ഫോട്ടോ, വീഡിയോ, മാപ്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഫാക്ട്സിനെയാണ്, റെക്കോർഡബിൾ ആയിട്ടുള്ള ഫാക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ എന്ന് പറയുന്നത്. ഇനി ഡാറ്റയിൽ തന്നെ വരുന്ന ഒരു വേരിയേഷനാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമേഷൻ ഈസ് ഓൾസോ ഡാറ്റ. എന്നാൽ ചെറിയൊരു വേരിയേഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രോസസ്ഡ് ഡാറ്റേനെയാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. എന്താണ് പ്രോസസ്ഡ് ഡാറ്റ? ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. OSൻ്റെ ഒരു അസൈൻമെൻറ്റ്, പ്രോസസ് ലൈഫ് സൈക്കിളിനെ കുറിച്ച് ഒരു അസൈൻമെൻറ്റ് റെഡിയാക്കണം. ലൈബ്രറിയിൽ പോയിട്ട് OSൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ അസൈൻമെൻറ്റ് റെഡി ചെയ്യുന്നു. ഇവിടെ നമ്മുടെ കയ്യിലുള്ള OSൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഡാറ്റ എന്ന് പറയുന്നത്. ആ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള അസൈൻമെൻറ്റാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്നും നമുക്ക് ആവശ്യമായതെന്തോ അതിനെയാണ് ഇൻഫോർമേഷൻ എന്ന് പറയാം. ഡാറ്റയും ഇൻഫോർമേഷനും എന്താണ് എന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡാറ്റാബേസിനെ കുറിച്ചാണ്. ഡാറ്റാബേസ് എന്നാൽ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റയാണ്. എന്താണ് റിലേറ്റഡ് ഡാറ്റ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? യൂണിവേഴ്സിറ്റിയുടെ ഡാറ്റാബേസ്, അതിൽ പോയിട്ട് കൊച്ചി ടു ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുമോ? ഇല്ല. യൂണിവേഴ്സിറ്റിയുടെ ഡാറ്റാബേസിൽ യൂണിവേഴ്സിറ്റി ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള, അഥവാ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ ഇൻഫോർമേഷൻ, സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എക്സാം ഡീറ്റെയിൽസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. നമുക്കറിയേണ്ടത് ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ഇന്ത്യൻ റെയിൽവേസിൻ്റെ ഡാറ്റാബേസ് ആണ്. എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക? അല്ലെങ്കിൽ എങ്ങനെയാണ് ഡാറ്റാബേസിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുക? ഇങ്ങനെ ഡാറ്റാബേസ് റിലേറ്റഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സെറ്റ് ഓഫ് ടൂൾസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെയാണ് നമ്മൾ DBMS അഥവാ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പോപ്പുലർ സോഫ്റ്റ്വെയർസാണ് DBMS സോഫ്റ്റ്വെയർസാണ് SQL, MySQL, IBMൻ്റെ DB2, ഫോക്സ് പ്രോ, DBase എന്നിവയൊക്കെ. ഡാറ്റാബേസിലേക്ക് DBMS യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു പറഞ്ഞു. ഇങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് റിലേഷൻസിൻ്റെ ഫോമിൽ അല്ലെങ്കിൽ ടേബിൾ ഫോമാറ്റിലാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്.
ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കോളമും റോസും ഒക്കെ ഉള്ള ഒരു ഫോമാറ്റാണത്. ഡാറ്റാബേസിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾ ഫോമാറ്റിൽ മാത്രമല്ല, ഹൈറാർക്കിക്കൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓറിയൻറ്റഡ്, മോഡൽ ഡാറ്റാബേസ്, ഇങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റിലേഷണൽ ഡാറ്റാബേസിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ റിലേഷണൽ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ടൂൾസിനെ നമ്മൾ RDBMS അല്ലെങ്കിൽ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നും പറയും. ഇനി ഏറ്റവും ലാസ്റ്റായി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്കാണ് ഡാറ്റാബേസ് സിസ്റ്റം എന്നുള്ളത്. ഒരു ഡാറ്റാബേസും, അതായത് കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റയും അതിനെ മാനേജ് ചെയ്യാനുള്ള സെറ്റ് ഓഫ് ടൂൾസും അടങ്ങിയിട്ടുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഡാറ്റാബേസ് സിസ്റ്റവും അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേസിൻ്റെ സിസ്റ്റമൊക്കെ, ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേ സിസ്റ്റമൊക്കെ ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ഡാറ്റാബേസ് എന്നാൽ എന്താണ്, DBMS എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പഠിച്ചു. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.